തതസ്തുതൗ രാമവചഃ പ്രചോദിതൗ. എന്താണ്? രാമന്റെ വാക്ക് കേട്ട് പ്രചോദിതരായിട്ട് വാഗായതാം മാർഗവിധാന സമ്പദ പാടാൻ തുടങ്ങി. ആ മഹിമകളൊക്കെ പാടി. സചാവിരാമ പരിഷദ്ഗതശനൈഹി ബുഭൂഷയാ സക്തമനാ ബഭൂവഃ. രാമന്റെ നിർദ്ദേശപ്രകാരം കുട്ടികൾ പാടാൻ തുടങ്ങിയപ്പം ശ്രീരാമചന്ദ്രസ്വാമി ആ കസേരയിലിരുന്ന് എന്ത് ചെയ്തു? കേൾക്കാനുള്ള കലശലായ മോഹം കൊണ്ട് അങ്ങനെ കേട്ടു. ആ കുട്ടികൾ പാടി തുടങ്ങുന്നതാണ്. ഇനി ഇവിടുന്നാണ് അയോധ്യയുടെ ചരിത്രം, കഥകൾ ഓരോന്നോരോന്ന്. അതാണ് നമുക്കിനി പറയാനുള്ളത്. ഒരു 2-3 സർഗം വായിച്ചിട്ട് ആ ഭാഗം നമ്മൾക്ക് വിസ്തരിച്ച് പറയാം. സർഗം. ബ്രഹ്മയോരൻമാനസീലകുശോ നാമോഹാതമാക്ലിഷ്ടവധർമ്മജ്ഞ സജ്ജന പ്രതിപൂജക സമഹാത്മാവുലീനായാമയുക്തായ സുമഹാബലൻ വൈദർഭ്യാഞ്ജനയാമാസചതുരസദശാൻ സുതാനുശാംബം കുശനാഭം ച അസൂർത്തരജസം വസന്ദീപ്തിയുക്താൻ മഹോത്സാഹാൻ ക്ഷത്രധർമ്മചികീർഷയ താനുവാചകുശപുത്രാൻ ധർമ്മിഷ്ഠാൻ സത്യവാദിനാക്രിയതാൻ ബാലനം പുത്ര ധർമ്മം പ്രാപ്സ്യത പുഷ്കരം കുശസിവാചനം ശ്രുത്വാനത്തോരോ ലോകസത്തമാനുവേശം ചക്രേ സർവേ പുരാണം നവരാസദാശാംബസ്തുഹാ തേജാഘോഷാം ഭീമകരോൽപുരം കുശനാംബസ്തു ധർമാത്മാപുരം ചക്രം ഹോദയം അസൂർത്തരജസോ നാമധർമാരണ്യ മഹാപതി ചക്രപുരപരം രാജ വസുനാമീപദമേഷാമസുദേനാമ സ്വസസ്യ മഹാത്മനായ ശൈരപരാപഞ്ച പ്രകാശം സമന്തതാം സുമാഗധീരമ്യാമാഗധാൻ വിശുദ്ധായ വഞ്ചാനം ചൈരമുഖ്യാനം മധ്യമാരവ ശോഭതേശേഷാഹിമാഗധീരാമ സ്വസസ്യ മഹാത്മനാ പൂർവാഭിചരിതായാമ സുക്ഷേത്രാസ്യമാലിനി കുശനാംബസുരാജഷ്ടേകന്യാശതമനിത്തമം ജനയാമാസ ധർമാത്മാകൃതാശ്രയം മൃഗാന്തരാദാസ്തി യൗവനശാലിനി രൂപവത്യ സുലങ്കൃത ഉദ്യാന ഭൂഭൂമാഗമ്യ പ്രഭുക്ഷി വശതഹൃതാം ഗായൻ ദിവസം നിത്യമാനശവാദയന്തി സുരാഘവാമോദം പരം ജഗ്മോരാഭരണഭൂഷിതാധാശാരസർവാംഗ്യോരുവേണ പ്രതിമാഭൂമി ഉദ്യാന ഭൂമാഗമ്യ താര ഇവ ഖരാന്തരേ താന്ത സർവാഗുണ സമ്പന്ന രൂപയൗവന സംഹിത ദൃഷ്ട്വാസവേ സർവാത്മകോ വായുരിതം വചനോ പ്രവേല അഹം വക്കാമയെ സർവാഭാര്യ മമ ഭവിഷ്യധാമാനുഷ്യജിതാം ഭാവോ ദീർഘമാവിരവാപ്സ്യഥാചലം ഹി യൗവനം നിത്യമാനുഷേഷു വിശേഷതാം അക്ഷയം യൗവനം പ്രാപ്ത ഹാമരാശ ഭവിഷ്യധാ തസ്യ വചനം ശ്രുത്വാ വായുരക്ലിഷ്ടകർമ്മണാപോസ്യതോ വാക്യം കന്യാശതമഥാപ്രവിരാതാനന്ദ അന്തശ്ശരസി ഭൂതാനം സർവേഷാം സുരത്തമ പ്രഭാവജ്ഞാശ തേ സർവാഗ്യമർത്ഥാമാവിന്യസേന വിശനാമസുതാദേവ സമസ്താസുസത്തമാം ച്യാവായുധം ദേവരക്ഷാവസ്തോ വയമാഭോത്സകാലോ ദുർമേധപിതരം സത്യവാദിനം അവമന്യസുധർമ്മേണ സ്വയം വരമുപാസ്മഹേ പിതാ ഹി പ്രഭുരസ്മാകം ദേവതം പരമം ചോ ദാസതി പിതാസനോ ഭർത്താവ് താസാം വചനം ശ്രുത്വായ ഹരി പരമഗോപനാവിച്ച് ധർമ്മഗാത്രാണി പഞ്ചഭഗവാൻ പ്രബോധനിമാത്രാകൃതയോം ഭക്തഗാത്രാഭയാനന്ദാത്മാകന്യവായുമാം ഭക്താവിച്ചുടർമ്മതയാർഗൃഹം പ്രവിശ്യ സ്വംപ്രസാംസലജ്ജാം സഹസ്രലോചന സജിതാന്നരീര ഭക്തകന്യാ പരമശോഭന ദൃഷ്വാദീന സദാ രാജ സംഭ്രാന്തയിതം പ്രവേർഗീവിതം കഥിതാം പുത്രയാക്കോ ധർമ്മോന്നിതം ഉപജാകേന കൃത സർവശ്രേഷ്ഠം ദ്യോനാഭിഭാഷത ഏവം രാജാവിനിശ്വസ്യ സമാധിം സന്തതേ ശ്രീമദ് രാമായണ വാൽമീകി ആദി ബാലകണ്ഡേ ത്രിംശതർഗം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പ്രയത്നം സർഗാദാമസിദ്ധീമതാശിരോഭിചരണോം സ്പൃഷ്ട്വാ കന്യാശതമഭാഷതമായു സർവാത്മകൗരാജൻ പ്രദർശയിതുമിച്ഛതീമാശുഭം മാർഗമാസ്ഥായ ധർമ്മം പ്രതിവേഷതേ പിതരമത്യസ്മഭദ്രം തേ സ്വച്ഛന്ദയെന്ന് വയം സിതാമേതരം നോവനീഷം ദാന്തവേദിനോ ദാസിതേ തവാം തേന പാപാനുബന്ധേന വചനം നവ പ്രതീക്ഷതാമേവം ബ്രുവന്തി സർവാസ്മവായുനാഭിയതാം പ്രശംതാസാം തു വചനം ശ്രുത്വാ രാജ പരമധാർമ്മിക പ്രതിവാച മഹോദയജാന്യാശതമനന്തവം ശാന്തം ക്ഷമാവതാം കർത്തവ്യം സുമഹൽകൃതമേകമത്യോപാഗമ്യ കുലം ചാപേക്ഷിതം മമാലങ്കാരോഹിനാരീണം ക്ഷമാസ്തു വിരക്ഷസ്യവാ ദുഷ്കരം തച്ചവേഷാന്തം ദ്രദശേഷു വിശേഷതായാന്തചി വർഷമാപുത്ര സർവാസാമവിശേഷതം ക്ഷമാദാനം ക്ഷമാസത്യം ക്ഷമായ യജ്ഞാശപുത്രിക ക്ഷമായ ക്ഷമാ കർമ്മ ക്ഷമായ മിക്ഷിതം ജഗല വിസൃജകന്യാകുലുസ്ഥാന രാജാ ത്രിദശ വിക്രമാമന്ത്രജ്ഞമന്ത്രയാവാസ പ്രധാനം സവന്തമേ ദേശകാലേ ച കർത്തവ്യം സദർശയ പ്രതിവാദനം ഏതസ്മിന്നേമകാലേ ചൂരി നാമ മഹാദേവശുഭാചാര്യ ബ്രഹ്മം തപോപാകമ്പൽതാപസ്യന്തർഷ്യം തത്ര ഗന്ധർവ്യപരിവാസതേ സോമദാ നാമ ഭദ്രം ദേവർമിടാതനേതദാസാരതം പ്രണതാഭൂതശുശ്രൂഷണപരായ നാമവാസകാലേ ധർമ്മിഷ്ഠ തസ്യാസുഷ്ടോഭവൽവിരം നാസദാങ്കാലയോഗേന പ്രവാചകന്ധനാപരിദുഷ്വാസ്മി ഭദ്രം തേ കിം കരോമി തവ പ്രിയം പരിദുഷ്ടം മയം ജ്ഞാതോ ഗന്ധർവ്യമതിരച്ചരം വാചവന പ്രീതവാക്യജ്ഞവാക്യഗോവിതം ലക്ഷ്മ്യാസവിന്ദോ ബ്രാഹ്മ്യ ബ്രഹ്മഭൂതോഹമാതാ ബ്രഹ്മേണ തപസായുക്തം പുത്രമിച്ഛാമി ധാർമ്മികം അവധിശാസ്മി ഭദ്രം തേ ഭാര്യ ജാസ്മി നഗസി ജല ബ്രാഹ്മണോപകതായ ശാദാതുമരസ്മേ സുതം തസ്യ പ്രസന്നോ ബ്രഹ്മക്ഷീർദോ ബ്രാഹ്മോൻ തമ്മ ബ്രഹ്മദത്തോ വിഖ്യാതം മാനസം ജ്വലിന സുതം സരാജ ബ്രഹ്മദത്തസു
പുരി മധ്യവസൽത്തതാ കാമ്പില്യാംബാരയ ലക്ഷ്മി ദേവരാജോ വിധാദിവാസ ബുദ്ധിയം കൃതവാൻ രാജക്ഷനാഭസുധാരംഗാഭിരമദത്തായ ഉത്സാഹദാതുകന്യാശതമാഹോയ മഹാതേജ അഭിരമദത്തമഹീപതീതോ കന്യാശതം തേജാജ സുപ്രീതരാന്തരാത്മന യഥാക്രമന്തതാപാണിന്തഗ്രാഹയുധോന്തരാം ബ്രഹ്മദത്വ മഹീബാലസ്നാസാം ദേവതരേഥാ സ്പൃഷ്ടമാത്രേതാപാണോ വികുബ്ജാം വിഗതജ്വരായുക്തം പരമയാ ലക്ഷ്മ്യാമുഹോ കന്യാശതം തഥാ സഹ ദൃഷ്ട്വാ വായിനാമുക്താവിശനാഭോ മഹീപതേ ഭൂവാപരം പ്രീതോക്ഷമലേഭ്യപിനപ്പിനാമകൃതോദ്വാഹം തരാജനം ബ്രഹ്മദത്തം മഹീപതിം സദാനം രക്ഷയാമാസ പുത്രസ്യ സദർശ്യം യഥാന്യാം ഗന്ധർവേ സുശാസ്താ പ്രത്യേകതാം ശ്രീമദ്രാമായണ വാൽമീകിയാദികാണ്ഡേ ത്രയത്രിംശ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ചതുസ്ത്രിംശ സർഗ കൃതോദ്വാഹേകസ്മിൻ ബ്രഹ്മദത്തേതനാഗവാ പുത്രപുത്രലാപയ പൗത്രേ വേഷ്ടേ മകൽപ്പേതേഷ്ട്യം വർത്തമാനായാം കുശനാഭം മഹീപതി ഉവാച പരമോദാരം കുശോ ബ്രഹ്മസുതനാപുത്രസ്തേ സദൃശപുത്രനാഭവസിതി സുധാർമിക ഗാധിം പ്രാപ്സ്യ സീതേന കീർത്തൻ ലോകേതേഷാശ്വതി എവമുക്താകുശോ രാമാകുശനാഭം മഹീപതിം ജഗാമാകാശമാവിശ്യ ബ്രഹ്മയോഗം സനാതനം കസ്യഥകാലസ്യ കുശനാഭസ്യ ധീമതയജ്ഞേ പരമധർമ്മിഷ്ഠ ഗാധിരിത്യേവ നാമദാസാപിതാ മമ കാകുലിസ്ഥ ഗാധി പരമധാർമ്മികാകുശവംശ പ്രസൂതോസ്മി കൗശികോപൂർവ്വനാഭഗിനിജാപി മമ രാഘവ നാംനാ സത്യവതി നാമരുജേകേ പ്രതിപാദിത സ ശരീരാവതാ സ്വർഗം ഭർത്താരമനുവർത്തിനി കൗശികാപരമോദാരാപരവർത്താത് മഹാനിദിവ്യാപുണ്യകാരമ്യാഭിമവന്തൗപാശ്യ ലോകസ്യാഹിതകാര്യാർത്ഥം പ്രവർത്താഭഗിനി മമ തതോഹം ഹിമോദപാർശ്വേ വസാമി സുഖം ഭഗിന്യാം സ്നേഹസംയുക്ത കൗശിക്യാമൃഗോന്തന സാധു സത്യവതി പുണ്യ സത്യധർമ്മേ പ്രതിഷ്ഠിത പതിവർണ മഹാഭാഗ കൗശികീ സരിതാംബര അഹം ജീവീയമാതിരാമാഹിത്വാതാം സംവാദദാസിധാശ്രമവനോപ്രാപ്ത സിദ്ധോസ്മി തേജസായേഷാ രാമ മാമോൽപത്തെ സ്വസ്യ വംശസ്യ മഹാബാഹോ യന്മാം ച പരിവർത്തത്തെ ഗതോർദ്ധരാത്ര കാകുൽസ്ഥ കഥാ കഥയതോ മമ നിദ്രാമഭ്യേഹപതിരം തേ മാ ബോധ വിഘ്നോധ്വനീഹന നിഷ്പന്ദാതരസർവനിലീന മൃഗപക്ഷിണ നൈശേന തമസാവ്യാപതാതിശർഗോന്തനാശനിസർജ്യത്തെ സന്ധ്യാനബോധ നേത്രൈരിവാവൃതം നക്ഷത്ര താരാഗഹനം ജ്യോതിർഭിരിവാ ഭാസത്തെ उत्तिष्ठते च शीतं सजीलोकतमोनुदाह्लादेन्मानिनां लोके मनामसि प्रमयांसयां निशानि सर्वभूतानि प्रचरन्ति ततस्ततं यक्षराक्षससङ्घासरुद्रातरुजिनाशना एव मुक्ता महातेजा महामुनिः साधु साध्विति ते सर्वे मुनियोऽप्यभूजयन् कुशिकानामयं वश्यो महान् धर्मोरसः ब्रह्मोपमा महात्मना कुशवं विषयानरोत्तमा विशेषेण भवानेव विश्वामित्रमायेषा कौशिकी सरितां श्रेष्ठां कुलोद्योतगरीतम मुदिरेर्मुनिशार्दूलप्रशस्ता कुशिकाल्पयान्निधिरामुपागमच्छ्रीमास्तं गतैवांशुभञ्जामोऽपि सा सौमैत्री किञ्चिदागतविस्मया प्रशस्त्या मुनिशार्दूलनिधिरां समुपसेवते इत्यार्षदिर्मे रामायण वाल्मीकियादिविंशते सहस्रायां बालकाण्डे विश्वामित्रवंशवर्णनं नाम चतुर्त्रिंश सर्ग अथा पञ्चत्रिंश सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द अथा पञ्चत्रिंश सर्ग उपास्य रात्रिशेषं जोनाकुर्यमरिर्वेशायां सुप्रमादायां विश्वामित्रभ्यवासना सुप्रमादाय रामा पूर्वा सन्ध्या प्रवर्तते उत्तिष्ठ वज्रन्ते गमनायाभिरोचय कथित्वाजनं तस्याग्रपूर्वाह्निकक्रिया गमनारोचयामासवाक्यं चेतमुवाचकायं सोना शुभजयो अगाधा पुलीनमण्डिता कथरेणावतां ब्रह्मण्य सन्तरिष्यामहे वयम् एव मुक्तास्तु रामेण विश्वामित्रो अब्रवीदिदम् एष वन्दामयोद्दिष्टो येन यान्ति वर्षया एव मुक्तामोरेषो विश्वामित्रेण दिमतां पश्यन्तस्ते प्रयादा वै वनानि विधानीया ते गत्वा दूरमध्वानं गते अर्धदिवसे तदा जाह्नवीं शरीरां श्रेष्ठां दद्यशोर्मुनिसेवितां तं दृष्ट्वा पुण्यदल्लामाहं सारसेवितां बभूवरुमुने सर्वे मिलासा राघवाः तस्यास्तीरे सदा सर्वे चक्रोर्वासुविग्रहं तदा स्नात्वा
तत्र ततस्नात्वायतान्यायं तन्तर्प्यागतिरेवदा हुत्वा देवाग्निहोत्राणि प्राश्यतामृतबद्धवि दिवशोरजाह्नवीतीरे शुभ्रामुद्यमानसा विश्वामित्रं महाल्पानं परिवार्यतवन्तदा वेष्ठेता चैतन्यायं राघवते धार्हता सम्प्रहृष्टमना राम विश्वामित्रमदब्रवील् भगवत् श्रोतुमिच्छामि गङ्गां त्रिपथगां त्रैलोक्यङ्गतमाकर्म्यागता नाथनदीपतिं चोल्यो रामवाक्येन विश्वामित्रो मामुनि वृद्धिं जन्मा च गङ्गाया वाक्यमेवोपचक्रमे शैलेन्द्रो हिमवन्दामा धातूनामा धानुनामा रोमान्तस्य कन्याउद्येनामारूपेण प्रतिमं भुवि या मेरुविदा रामतयोर्माता सुमध्यमा नाम्ना मे नामनुज्ञा वै पत्नीमोदप्रिया तस्यां गङ्गेयमभवज्येष्ठा हिमोदस्तु उमा नाम द्वितीया बोधकन्या तस्यैव राघवाथ ज्येष्ठां सुराः सर्वे देवकार्यचिके ऋषयः शैलेन्द्रं मारयामासुर्गङ्गां त्रिपदगां नदीं ततो धर्मेण हिमवां तनयां लोकवामिनीं स्वच्छन्दपथगां गङ्गां त्रैलोकहितगाम्या प्रतिकृत्योगार्थं त्रिलोकहितकाङ्क्षिरङ्गमातायते गच्छन् कृतार्थेनान्तराल्पिनाया अन्या शैलविरागन्या श्रीगोन्दना उग्रं सुव्रतमस्थया तपस्यवेगमोदना उग्रेण सायुक्तातो शैलवरसुधां रुद्धिराया प्रतिरूमाया उमां लोकनमस्कृतम् एते शैलराजस्य सुधे लोकनमस्कृते गङ्गा च श्रीरां श्रेष्ठोमादेवी तेनागमा एतते सर्वमाख्यातं यथा तिरुपथगामिनी खं खं गताप्रमं तादागतिं गतिमतां वजा सैषा सुरनदीरम्या शैलेन्द्रतनया तदा लोकं समारूढा विपापा जलवाहिनी रामायण वाल्मीकि वेदविंशतिसहस्रायां संहितायां बालकाण्डे उमा गङ्गावृतान्तो नाम 35 सर्गः सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द 36 सर्ग उक्तवाक्येमनो तस्मिन्नुभो राघवलक्ष्मणो प्रतिनद्य तदां वीरावो चतुर्मुखं धर्मयुक्तमिदं ब्रह्मन् कदम्बरमन्तया दुहितुशैलास्य ज्येष्ठाय वक्मरसि विस्तरमिस्तरज्ञोऽसि दिव्यमानुसम्भवान्तरेण पथोहेतुना केन प्लावैर्लोकपावने यथा कथं गङ्गा त्रिपथगा विश्रुतासुरा सरितुत्तमा त्रिषु लोकेषु धर्म च कर्मभिः समन्वितां तथा ब्रुवदिकाकुलस्थान विश्वामि तथा ब्रोधिकाकुलस्थैश्चामित्रसहोदनं निखिलेन कथां सर्वां श्रीमध्येन वेदेन पिरारामकृतो द्वाहचिति कण्ठो महात्मा दृष्टा च भगवान् देवी मैथिनायोपचक्रमे तस्य संक्रीडमानस्य महादेवस्य धीमदाशितिकण्ठस्य देवस्य दिव्यवर्षशतं गतं न चापितरियो राम तस्यामशिल्परतमा सर्वे देवाः समुद्युक्ता पितामह पिरोगमादिहोत्पद्यते भूतं कस्तल्परसः प्रतिसैषसे प्रतिसैष्यतेऽभिगम्यविरासुरा सर्वे प्रणिपत्य तं ब्रुवन् देवदेव महादेव लोकस्य सहितैरतं सुराणां प्रणिपातेन प्रसादं कर्तुं वसि न लोका धारेषु नितावतेजसुरोत्तमा ब्राह्मणे तपसा युक्तो देव्या सह तपश्चरात्रैलोक्यहितकामार्थं तेजस्तेजसि धारय रक्ष सर्वाणि मां लोकान् नालोकं कर्तुमर्हसि देवतानां श्रुत्वा सर्वलोकमैश्वर्यवाढमित्यब्रुवेल् सर्वान् श्रेतुवाचः धारयिष्यामहं तेजस्तेजसैव सोमयात्रेदशात् पृथिवी चैव निर्वाणमतेषु द्वैतं शुवितं स्थाननो तेजोहिनतमां धारयिष्यस्तन्मे ब्रुवन् सुरसतमः मुक्तासनो देव प्रत्युजपृष्ठभद्रजमे तेजशुभितं हृदया तद्धरान्धारेषे मुक्तासुरपति प्रोमोच महाबलादेशा पृथिवीयेन व्याप्ता स गिरिगायनां देवाभिनिर्दमेजुषाविहुदाशना विशत्वमः तेजोरोद्रवायुसमनिदा तदाग्निना विनिर्व्याप्तं तं जातं श्वेतपर्वतं दिव्यं शर्वणं चैव पावगादित्यसान्निभं यत्र जातो महातेजा कार्तिकेय उक्तसम्भवाधो च शिवं चैव देवस्यर्षेण सदा पूजयामासुरत्यर्थं सुप्रीतवनसस्तदा चैर्सुधा रामत्रदशादिनब्रवील् समन्युरश्च सर्वान् क्रोधसंरक्तलोचना यस्मान्निवारिदा चाहं सङ्गतां पुत्रगामियम् अपत्यं स्वेषु दारेषु नोल्पादयितुमर्हता अद्य प्रभृति युष्मागमप्रजा सन्धुपत्नय मुक्त्वासुरान् सर्वां शशाप पृथिवीमपि अवनेदुरूपान्त्वमुभार्यमविषसे न च पुत्राकृतां न प्रीतिं क्रोधविलुषीकृतां प्राप्स्यसि त्वं सुदुर्मेधा मम पुत्रमनिच्छते तान् सर्वान् पीडितान् दृष्ट्वा सुरान् सुरपति सदा गमनायोपचक्रामादिशं वरुणबालितां स गत्वा तवादिष्टल्पार्श्वस्योत्तरे गिरे हिमवल्प्रभवे शृङ्गे सह देव्यां हेश्वराय श्रे विस्तरो रामश्चैर्पुत्र्यानिवेदायं गाया प्रभवं चैव शृणु मे स लक्ष्मण इत्यर्थे श्रीमद्रामायणे वाल्मीकि आदिकाव्यबालकाण्डे 36 सर्गः सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द
സപ്തത്രിംശ സർഗ തപ്പിമാനെ മഹാതഥാ ദേവേശേന്ദ്രാസക്തി രോഗമാസേനാവതിമഭീപ്സന്ത പിതാമഹോപാഗമൻ തത്വബ്രുവൻ സുരാ സർവേ ഭഗവന്തം പിതാമഹം പ്രണുമത്യ സുരാരാമസേന്ദ്രാസക്തി രോഗമ ഏന സേനാവതി ദേവതത്വ ഭഗവതാപുര സതപ പരമാവാസ്ഥായ സതപ പരമാസ്ഥായ തപ്യതേ സ്മ സഹോമയാത് എത്ര ദത്താനന്തരം കാര്യം ലോകാനമിതകാമയാദ സംവിധൽ സ്വമവിധാനം ഹീന പരമാഗതേ ദേവതാനം ശ്രുത്വാ സർവലോക പിതാമഹാ സാന്ത്വേൻ മധുരേർവാക്യതൃശാനോ ഇതം പ്രവേൽ ശൈലപുത്രിയായുക്തം ശൈലപുത്രായുക്തം തന്ന പ്രജാ സ്വാസുവത്നിഷോസ്യാമജനമക്ലിഷ്ടം സത്യതേ സത്യമേവ സംശയായ ആകാശഗംഗാചയസ്യാമുത്രമുദാസനേഷി ദേവാനം സേനാവതി വിരുദ്ധം ജ്യേഷ്ഠാശൈലേന്ദ്രദുരിതാമാനേഷ്ഠിതം സുതമോമായ സദ്ബഹൂതം ഭവിഷ്യതം ശ്രീയാശ്രുത്വാമജനം തസ്യേകഥാർത്ഥയുഗുണന്ദിനാ സർവേ പിതാമഹ പൂജയന്തേ ത്വാരം രാമകൈലാസന്ധാതു പണ്ഡിതമഗ്നം സംയോജയാമാസുപുത്രാർത്ഥം സർവദേവത ദേവകാര്യവിധം ദേവസമാധിസുദാശനാമനേശൈലപുത്രി മഹാതേജോഗംഗായം തേജോ ഉത്സൃജാം ദേവതാനപതിജാഭ്യതിഭാവം ഗർഭം ധാരയം വൈദേവി ദേവതാനാമിതം പ്രിയം നൈത്യർഭജം ശ്രുത്വാദിവ്യം നിരുഗ്മോധാരയസമന്താള അവശീര്യതാം സംബന്ധസ്തതാണ് ദേവ്യഭിരഞ്ജത സർവസ്രോതാംസി പൂർണ്ണാരം ഗംഗായ രഘുനന്ദനാഥോ വാചതോ ഗംഗാ സർവദേവ പുരോഗമശക്താധാരണയം ദേവതേജസ്തവ സമുദ്രം ദക്ഷ്യമാനാക്തിനാദേന സംഭവ്യധിതചേതന അഥാഭിദം ഗംഗാ സർവദേവഭൂതാശനം ഹേമവത്തെ പാർശ്വേത ഗർഭോയം സന്നിവേശതാം ചരിത്വാത്വാഗ്നേവ ചോ ഗംഗാത്മം ഗർഭമതിഭാസുരം ഉത്സർജോഭ്യാസ്മലതപ്തജാംബുതപ്രഭോകാന്തരം ധരണീം പ്രാപ്തം ഹിരണ്യമതുലപ്രബന്ധാമ്രം കാർഷ്ണാസം ജൈവ തൈഷ്ണാദേവാഭിജായതാമലന്തസ്യാമലിപത്രസ്യ ധരണീം പ്രാപ്യ നാനാദിവർദ്ധനാനിക്ഷിപ്തമാത്രേ ഗർഭേ തേജോഭിരഭിരഞ്ജിതം സർവേ പർവ്വതസന്നദ്ധം സൗവർണോഭോൽവനം ജാതരോപേദിഖ്യാതപ്രഭുതിരാഗവാസുവർണം പുരുഷവ്യാഹുദാശന സമപ്രഭാന്തരണ വൃക്ഷലതാം സർവം ഭൗതികാന്തം സേന്ദ്രാസമരുദ്ഗണാക്ഷീര സംഭാവനാർത്ഥായ കൃത്യാൻ സംയോജനക്ഷീരം ജാതമാത്രസ്യ കൃത്വാ സമയത്തമാന്തോ പുത്രോയമസ്ഭാഗം സർവാസാമി നിശ്വനാഥസു ദേവതാ സർവം കാർത്തികേയ ഭുവൻ പുത്രസ്ത്രൈലോക്യ വിഖ്യാതോ ഭവിഷ്യതി സംശയാദേശാം ശ്രുത്വാ സ്കന്ദം ഗർഭവരി സർവസ്നാഭയൻ പരയാലക്ഷ്മി ആദിപ്യവാനമിഥാർലം സ്കന്ധൈത്യഭുവൻ ദേവാസ്കന്ദം ഗർഭവരി സർവം കാർത്തികേയ മഹാഭാഗുൽസ്ഥജലോപം പ്രാദുർഭൂതം ദർശീരം കൃത്തികാനാമോത്തമ ഷണ്ണാനം ഷണ്ണാഷണ്ണോ ഭൂത്വാൻ ജഗ്രാഹസനജവയാഘ്രീത്വാ ക്ഷീരമേകാന സുകുമാരപുസ്തകാൻ ദൈത്യദൈന്യഗണാൻ വിഭോസുരസേനാഗണപതിമഭിടിഞ്ഞൻ മഹാദിനിം സർവേ സമയത്യാഗ്നി പുരോഗമായ രാമഗംഗായ വിസ്തരോഭീതോമയ കുമാരസംഭവശ്യേവധന്യ പുണ്യസദേവശ ഭക്തശ യ കാർത്തികേയ കാകുലിസ്ഥ ഇതി ഭൂമാനമായുഷ്മാൻ പുത്രപൗത്രേശ സ്കന്ദസാലോക്യതാം വ്രജേത്യ രാമായണി വാൽമീകി ആദികവിപാലകണ്ടെ സപ്തത്രിംശ സർഗ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ സമുപാഹരത് തസ്യ തദ്വചന ശ്രുത്വാ കൗതൂഹല സമന്വിത വിശ്വാമിത്രസ്തു കാകുൽസ്ഥൗമാജാപ്രവസന്വസുരേരാമിസ്തുരാമ സദരസ്യ മാൽവിന ശങ്കരസ്യോ നന്നായിമുമാനിശ്രുത വിന്ധ്യാപർവസാദ്യ നിരീക്ഷേത് അഷ്ടാത്രിംശോ നാമാനിവേദ്യ മധുരാമനേവാപരം വാക്യം കഗോസ്തമയോപരിയോധ്യാതിവിദർവീരാവോർവാമാസിനരാദിവാസരോദർമാൽപാപജാകമസദാപ്രജാപയവൈദർലുഹിതാനാമാവേശിനി നാമനാമജ്യേഷ്ഠാസകരാപത്നിച ധർമ്മിഷ്ഠാ സത്യവാദിനി സുവർണ ഭഗിനി സകരസ്യാസിപത്നി വിസുമതി സംജ്ഞ താഭ്യാസമാരാജാപത്നിഭ്യാൻ തപതാവാം തവായിമോന്ത സമാസാദ്യ ഭൃഗുപ്രസർവണേ ഗിരോ മാതവർഷദേപൂർണേ തപസാരാതിരോമനീ സകരായ പരമ്പരാ ഭൃഗു സത്യതാമര അപത്യലാഭാസുമാൻ ഭവിഷ്യമാനക കീർത്തിം ചാപ്രതിമാം ലോകേ പ്രാപ്സ്യദേവൃദർശമ ഏകാജനിതാദാപുത്രമംസകരന്തവ ഷഷ്ടിം പുത്ര സഹസ്രാണിയാപരാജനേശ്വരി ഭാഷമാനം ആത്മാന രാജവോ തിരോ പ്രസാദ്യ ഉവൗജതു പരമപ്രീതേ
പ്രാഞ്ജലിപുരേതനാം ഏക കസ്യാസു ബ്രഹ്മൻ കാബോഹോഞ്ജനേഷതി ശ്രോതുമിച്ഛാമഹി ബ്രഹ്മൻ സത്യമസ്തു വചസ്തമാതയാ തയോസ്തദ്വചനസുത്വാ ഭൃഗോ പരമധാർമ്മികൗമാജപരമാന്യ സത്യന്തോ അത്ര വിജയേതമേക വംശകരോ മാസ്തു ബഹവോ വാമഹാബലഃ കീർത്തിമന്തോ മഹോത്സാഹ കാവാഗമരവിച്ചതി മുനേസ്തു വചനം ശ്രുത്വാകേചിനീർഗോന്തനപുത്രം വംശകരം രാമജഗ്രഹ നിർവസഞ്ജിതോ ഷഷ്ടിം പുത്ര സഹസ്രാണി സുവർണ ഭഗിനീതാമോത്സാഹാൻ കീർത്തിമതോ ജഗ്രാഹ സുമതി സുതാൻ പ്രദക്ഷിണ മൃഗം കൃത്വാം ശിരസാഭി പ്രണമ്യതം ജഗാമാസുബിരം രാജതമാരുരഗോന്തനാഥകാലേകതേ തസ്യ ജ്യേഷ്ഠാ പുത്രം വ്യജായത അസമഞ്ജസൈരിഖ്യാതം കേശിനീ സകരാൽപജം സുമതിസ്തോ നരവ്യാങ്കര ഗർഭദോ വ്യജായത ഷഷ്ടിപുത്രദർശനാണി തുംബഭേദാൽവിനിസനാഗ്രഹപൂർണേഷു കുംഭേഷോധനാസ്ഥാന സമോർദ്ധയിതരാലേന സർവൈ യൗവനം പ്രതിവേദിരെ അതദീർഘേണ കാലേന രൂപ യൗവനശാലിന ഷഷ്ടിപുത്രസഹസ്രാണി സാഗരസ്യാഭവം തഥാ സ ച ജ്യേഷ്ഠോ നരശ്രേഷ്ഠ സാഗരസ്യാൽസംഭവ ബാലാൻ ഗൃഹീത്വാ ജലേ ശരവ്യായു രഘുവന്ദനാ പ്രക്ഷേപ്യ പ്രാസന്നിത്യം മജ്ജതാസ്ഥാന നിരീക്ഷവൈ ഏവം പാപസമാചാര സജ്ജന പ്രതിബാധക പൗരാണാവഹീതേ യുഗനവിത്രാ നിർവാസിതാ പുരാത് ദസ്യാപുത്രം ശിവാൻ നാമ അസമഞ്ജസ്യൈരിവാൻ സമതസവലോകസ്യ സർവസ്യാപി പ്രിയം വദാതകാലേന വദാമതി സമഭിജായത സകരസ്യ നരശ്രേഷ്ഠായ ചേയാമിതി നിശ്ചിതാ സ കൃത്വാ നിശ്ചയം രാജാ സ്വോപാധ്യായ ഗണസ്തദ യജ്ഞകർമ്മണി വേദജ്ഞോ യഷ്ടും സമുപചക്രമേദ്യാക്ഷരീമ രാമായണ ആത്മീയാദിശ്രീകായം ശ്രീകായം ബാലകാണ്ഡേ സകലപുത്ര ജന്മനാമ അഷ്ടാത്രിംശ സർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീരാമേന്ദ്രസ്വാമി മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്നിരുന്ന ഈ കുമാരന്മാര് രണ്ടുപേരും രാമായണം കഥ പറഞ്ഞു തുടങ്ങി. ഇവിടുന്നാണ് വാസ്തവത്തിൽ രാമായണ കഥ തുടങ്ങുന്നത്. അപ്പം ഇതുവരെ പറഞ്ഞത് അതിൻ്റെ ആമുഖമാണ്. രാമായണത്തിൻ്റെ ചുരുക്കം എങ്ങനെയാണ് തുടങ്ങിയത് എന്നുള്ളതിൻ്റെ ഒരു സംവിധാനം, അതിൻ്റെ ആരംഭമൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഇവിടെ ഈ രാജകുമാരന്മാർ രണ്ടുപേരും രാജകുമാരന്മാരാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. വെച്ചാലും അവർ രാജകുമാരന്മാരുടെ സമ്പ്രദായമുള്ളവരാണെന്ന് തോന്നി എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ. ഈ പാർത്ഥിവ രൂപ ലക്ഷണം, പാർത്ഥിവന്മാരുടെ രാജാക്കന്മാരുടെ രൂപവും സമ്പ്രദായമൊക്കെയാണ് ഈ കുമാരന്മാർക്കാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ പറയാണ് രാമചന്ദ്ര കഥകൾ പറയുമ്പോൾ പറഞ്ഞു, പണ്ട് കോസലോ നാമ മുദിത സ്ഫീതോ ജനപദോ മഹാൻ. പണ്ട് കോസലം എന്നു പേരായിട്ട് സ്ഫീതമായ സ്ഫീതോ ജനപദ, സ്ഫീതമായ വിശിഷ്ടമായ ജനപദം എങ്ങനെയുള്ളതാണെങ്കിൽ കോസലം എന്നു പേരായ വലിയ കേമായ ഒരു ജനപദം ഉണ്ടായി. അവിടെ എങ്ങനെയാണെന്നാണെങ്കിൽ നിവിഷ്ട സരയൂ തീരെ, സരയൂ നദിയുടെ കരയിലാണ് ഈ പറയുന്നതായ വിശിഷ്ടമായ സ്ഥാനം ഉണ്ടായത്. അപ്പം ഈ ജനപദത്തിൽ എന്താ പ്രത്യേകത ചോദിച്ചാൽ അവിടെ പറയും, അവിടെ ഈ കോസലം എന്ന് പറഞ്ഞ ജനപദത്തിൽ തത്രാസിൽ ലോകവിശ്രുത, ലോകപ്രസിദ്ധമായിട്ടൊരു നഗരി ഉണ്ടായി. ആ നഗരത്തിന്റെ പേരാണ് മാനവേന്ദ്രേണ. മാനവേന്ദ്രനായ മനു, പഴയ മനു ഉണ്ടല്ലോ, മനു മഹാരാജാവാണ് ഈ പുരി നിർമ്മിച്ചത്. യാപുരി നിർമ്മിത സ്വയം. അദ്ദേഹത്തെ മനു മഹാരാജാവ്, പഴയ മനു മഹാരാജാവിൻ്റെ ആ പരമ്പരയിൽ ഉണ്ടായത് അദ്ദേഹം നിർമ്മിച്ചതാണ് അയോധ്യ. അപ്പം അയോധ്യ എന്ന് പറഞ്ഞത് രാജ്യത്തിൻ്റെ പേരല്ല, നഗരത്തിൻ്റെ പേരാണ്. അയോധ്യ നാമ നഗരി എന്നാ പറഞ്ഞത്. എവിടുത്തെ? കോസലോ നാമ മുദിത സ്ഫീതോ ജനപദ. കോസലം എന്നു പേരായ ജനപദത്തിലെ കേമായ നഗരിയാണ് ഏത്? അയോധ്യ എന്ന് പറയുന്നത്. അതാണ് അയോധ്യ രാജ്യമല്ല, അയോധ്യ നഗരിയാണ് ഈ കോസലത്തിലെ നഗരി. അപ്പം ഈ കോസലത്തിലെ അയോധ്യയുടെ അതിൻ്റെ നീളം വീതിയും വിസ്താരമൊക്കെ വളരെ കേമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. എന്ന് പറയുകയും ചെയ്തു. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നാണെങ്കിൽ ആ അയോധ്യാപുരിവാസികൾ ഒരു പ്രത്യേക സമ്പ്രദായത്തിൽപ്പെട്ട സംസ്കാരമുള്ളവരായിരുന്നു. എങ്ങനെയുള്ളവർ? അവർ പറയും, രാജ്യമർഗേണ മഹത സുവിഭക്തേന ശോഭിത മുക്തപുഷ്പാവകീർണേന ജലസിക്കതേന നിത്യശ. അങ്ങനെ ഉണ്ടായത്. ഈ അയോധ്യയിലത്തെ ആളുകളൊക്കെ എങ്ങനെയാണെന്നറിയോ? അവർ രാവിലെ രാജ്യമാർഗേണ മഹതാ സുവിഭക്തേന ശോഭ,
രാജ്യമാർഗം ഇവര് രാവിലെ അയോധ്യാപുരിയിലുള്ളവരൊക്കെ രാവിലെ നേർത്ത നീട്ട എന്താ ചെയ്യുവെച്ചാൽ അവരവരുടെയൊക്കെ മിറ്റൊക്കെ അടിച്ചു വാരി ശുദ്ധം വരുത്തി വെടുപ്പാക്കി നല്ലോണം വൃത്തിയാക്കിയതിന്റെ ശേഷം തൻ്റെ വീടിന്റെ മുമ്പിലിരിക്കുന്ന റോഡില്ലേ രാജ്യമാർഗം, ആ റോഡും അടിച്ചു വാരി വെടുപ്പാക്കി ചപ്പും ചവറും ചണ്ടിയൊക്കെ കളഞ്ഞ് ശുദ്ധം വരുത്തിയിട്ട് നല്ലോണം ചാണകം മെഴുകി അതിന്റെ മുകളിൽ പൂക്കൾ വിരിച്ചിട്ട് എന്നിട്ട് അതിന്റെ മുകളിൽ ചന്ദനവെള്ളം തളിക്കൂത്രേ. ഹൗ എന്തൊക്കെയാ ചെയ്തത്? ആദ്യം അടിച്ചുവാരി ശുദ്ധം, അവനവന്റെ മിറ്റം ശുദ്ധം വരുത്തി അടിച്ചുവാരി ശുദ്ധം വരുത്തിയതിന്റെ ശേഷം തൊട്ട് മുമ്പിലത്തെ റോഡൊക്കെ അടിച്ചുവാരി വെടുപ്പാക്കി ശുദ്ധം വരുത്തിയിട്ട് അതിൻ്റെ മുകളിൽ ചാണകം മെഴുകി ശുദ്ധാക്കിയിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് പൂക്കൾ വിരിച്ചിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ചന്ദനവെള്ളം തളിക്കും. നമ്മൾ തിരുവോണത്തിന് ചെയ്യുമോ ഈ പണി? ചാണകം മെഴുകി പൂക്കൾ വിരിക്കല് ഇല്ല. നമ്മൾ ആ പ്ലാസ്റ്റിക്കിന്റെ പൂവ് കഴിഞ്ഞ കൊല്ലം കൊണ്ടുവന്ന് വെയിൽ കൊണ്ട് ഇങ്ങനെ ചെയ്ത് തിരിച്ചിപ്പുറത്തേക്ക് വെച്ച് പിന്നെ പിറ്റേന്നാളത് ഇങ്ങനെ തിരിച്ചു വെച്ചൊക്കെ കൂടി നമ്മൾ 10 ദിവസം ഒപ്പിക്കുകയാണ് പതിവ്. ഇവിടെ ദിവസവും ചെയ്യുന്ന പണിയാണ് എന്താ, അവരെന്നും രാവിലെ എണീട്ട് അവനവന്റെ കുടുംബത്തെ മിറ്റൊക്കെ അടിച്ചു വാരിയിട്ട് എന്താ എല്ലാവരുടെ, അതായത് ഒരു നാട്ടിൽ പോയി അവരുടെ സംസ്കാര സമ്പ്രദായമൊക്കെ അറിയണമെങ്കിൽ വെറുതെ പാടത്ത വരമ്പത്തെ കൂടി നടന്നാൽ തന്നെ രൂപം കിട്ടും. അപ്പൊ അങ്ങനെയുള്ളവരായിരുന്നു അയോധ്യാപുരി. നോക്കൂ, അയോധ്യയിലുള്ള സാധാരണക്കാരുടെ സമ്പ്രദായം പറഞ്ഞും കൊണ്ടാണ് വർണ്ണന തുടങ്ങിയത്, രാജാവിനെ വർണ്ണിച്ചിട്ടല്ല. അയോധ്യയിലത്തെ സമ്പ്രദായേ അവരെങ്ങനെയാ അതാ പറഞ്ഞത്. എന്താ വെച്ചാൽ നമുക്ക് മുക്കുത പുഷ്പാവകീർണേന, മുക്കുത പുഷ്പാവകീർണം പൂക്കളൊക്കെ നല്ലോണം വിസ്തരിച്ചതിന്റെ ശേഷം ജലസിക്കതേന നിത്യശ, ചന്ദനവെള്ളം തളിച്ച് നിത്യശ. എന്താ ഞായറാഴ്ചയല്ല, എന്താ തെറ്റി, ഞായറാഴ്ചയാണോ? ഞായറാഴ്ചയല്ല, നിത്യശ. നിത്യശ പറഞ്ഞാൽ ദിവസവും ഇങ്ങനെയാ പതിവ്. എന്താ അല്ലേ ഇത്, അന്നും അടിച്ചു വാരി തുടച്ച് വെടുപ്പാക്കി വെക്കും. അങ്ങനെയുള്ളൊരു പ്രത്യേക രാജ്യക്കാര് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സമ്പ്രദായമുള്ള ആളുകളായിരുന്നു ഈ അയോധ്യക്കാരെ. അവരൊരു സംസ്കാരം, അവനവന്റെ മിറ്റൊക്കെ, നമ്മുടെയൊക്കെ നാട്ടിലിപ്പോൾ അവനവന്റെ മിറ്റൊക്കെ അടിച്ചു വാരിയിട്ട് നേരം പോണു അടിച്ചു വാരി ചപ്പും ചവറൊക്കെ മുറത്തിൽ വാരിയിട്ട് ആ റോഡിമിക്കിടും. എന്താ കാരണം? ആവു ചണ്ടി കണ്ട അച്ഛൻ തിന്നും. അച്ഛൻ ഊണ് കഴിക്കാറില്ല, അതാ തിന്നണത്. ഏത് കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നാം, ചണ്ടി കണ്ട അച്ഛൻ തിന്നും. ചണ്ടി തിന്നുന്നല്ല, അച്ഛൻ അത്രയ്ക്ക് ഇഷ്ടമല്ലേ ഈ ചണ്ടി. അത് കാരണം നമ്മൾ വേഗം നമ്മുടെ മുറ്റത്തുനിന്ന് വാരി അങ്ങോട്ട് കളയും, റോഡ് മിക്ക കളയും. എന്തല്ലേ അന്തസ് അല്ലേ? അന്നത്തെ ഒരു അന്തസ് നോക്കുക. അന്ന് അവനവൻ്റെയാണ് റോഡും അവനവൻ്റെയാണ് വീടും അവനവൻ്റെയാണ് മിറ്റും ഒരുപോലെ കണക്കാക്കിയത്. ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും കണക്കാക്കില്ലേ. ചപ്പും ചവറും ചണ്ടിയൊക്കെ വാരിയിട്ട് റോഡ് മിക്ക കോരിയിട്ടിട്ട് കണ്ടിട്ടില്ലേ ഓരോ ഈ അഴുക്ക് വെള്ളമൊക്കെ അവിടെ മിറ്റടിച്ച എന്താ പറയുക മുണ്ട് മുക്കണ വെള്ളവും പാത്രം കിടക്കണ വെള്ളമൊക്കെ മറ്റേ ഒട്ടയെ കൂടി ഇവിടേക്ക് റോഡിന്റെ മുകളിലേക്ക് ഒഴുക്കിയിട്ട് ആ തീർത്ഥം ചവിട്ടിയിട്ടാണ് ഓരോരുത്തരും നമ്മളെ കാണാൻ തിന്മേനി എന്ന് പറഞ്ഞിട്ട് വരിക. അത് ചവിട്ടിയിട്ട് എന്നിട്ട് നമ്മൾ അവിടെ ഞെളിഞ്ഞിങ്ങനെ ഇരുന്ന് ദർശനം കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയുണ്ട് വൃത്തിയും വെടുപ്പും ഇല്ലാത്ത സമ്പ്രദായം. കുളിച്ചതുകൊണ്ട് മാത്രം വെടുപ്പുണ്ടാവില്ല, മാളിക കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നതുകൊണ്ട് മാത്രം വെടുപ്പുണ്ടാവില്ല. ഇത്തിരിയൊക്കെ എന്തും കൂടി വേണം, സമ്പ്രദായവും സംസ്കാരവും ഒക്കെ വേണ്ടതാണ്. ഇതൊക്കെ കുട്ടിക്കാലത്തെ പഠിച്ച് ശീലിച്ച് മനസ്സിലാക്കി വെക്കാത്തതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എന്തുണ്ടാവുന്നത്. ഈ ജാതി ഒരു സംസ്കാരമില്ലായ അത് അയോധ്യാപുരിവാസികളെ കണ്ട് പഠിക്കാനാണ് ഈ പറയുന്നതൊക്കെ. എന്താണല്ലേ പ്രത്യേകത? ഇതുപോലെ ശ്രീമദ് ഭാഗവതത്തിൽ മധുരാപുരി വർണ്ണിക്കുന്ന സമയത്ത് ഒരു പ്രത്യേകത, മധുരാപുരി വർണ്ണിക്കും. രാമകൃഷ്ണന്മാര് രണ്ടുപേരും അക്രൂരരെ വിളിച്ച് പറഞ്ഞിട്ട് അവരുടെ കൂടെ അക്രൂരരുടെ കൂടെ മധുരയിലേക്ക് പറഞ്ഞൊരു കഥയുണ്ട്. മധുരയിൽ വന്ന് ഈ കുമാരന്മാർ അക്രൂരരുടെ കൂടെ അദ്ദേഹത്തിന്റെ കുടുംബത്തേക്ക് പോവാതെ കണ്ട് മധുരാപുരി കാണാനായിട്ട് മധുരയിൽ ഇറങ്ങി നടന്ന് പോണ സമയത്ത് അവർ മധുര കണ്ട കാഴ്ച വർണ്ണിക്കും. മധുരാപുരിയിൽ എങ്ങനെയാണെന്നറിയോ? 2 ദിക്കിലും നല്ല ഒന്നാന്തരം മാളികകൾ, ചായം തേച്ച് പൂശി ഭംഗിയാക്കിയിട്ട് നല്ല മാളികകൾ, പൂച്ചെടികളൊക്കെ വളർത്തി മനോഹരമായ മാളികകൾ. എന്നിട്ട് ആ റോഡാണെങ്കിലോ നല്ല മനോഹരമായ റോഡിന്റെ 2 പക്കത്തും വെള്ളം ഒഴുകി പോകാനുള്ള ചാല്. എന്തൊക്കെ കയമത്താണെന്നല്ലേ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ റോഡും അങ്ങാടിയൊക്കെ കണ്ട എങ്ങനെയുണ്ടാവും? റോഡൊക്കെ കണ്ടിട്ടില്ലേ? റോഡ് എന്തെങ്കിലും ആവട്ടെ, അതിന്റെ പക്കത്തുള്ള കുഴിയിലൊക്കെ ചാടിയിട്ടാണ് പലരും ഇപ്പോഴും പെൻഷൻ വാങ്ങണത്. എന്ത് പെൻഷൻ? എന്തെങ്കിലും ആവട്ടെ, കാലൊടിഞ്ഞ് പിന്നെ നടക്കാൻ വയ്യാണ്ടേ പെൻഷൻ കൊടുക്കേണ്ടി വരില്ലേ? അത്രയ്ക്ക് നമ്മൾ ആധുനിക ലോകത്ത് ജീവിക്കുന്ന മഹാത്മാക്കളായതുകൊണ്ടാണ് ഈ പറയണത്. അല്ല അങ്ങനെ അതിന് എത്ര കാലം മുമ്പത്തെ ഒരു നാഗരികതയാണ് ഈ പറയുന്നത്. ഇന്നത്തെ മാതിരി ഒന്നല്ലേ. അല്ല ചില നാട്ടിലൊക്കെ പോയി എപ്പോഴും നമുക്ക് എന്താ കൈകൊട്ടിക്കളി ശരിയല്ലേ? ഇത് ഓരോ ദിക്കിൽ പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ, എങ്ങനെയൊക്കെ കേമായതൊക്കെ. ഇന്ന് അറിയിട്ടാണെങ്കിലോ
വയ്യേനി റോഡിന്റെ പക്കത്തിൽ കൂടി നാറിയിട്ട് നമ്മളൊന്നും ബോധം കെട്ട് വീഴാണ്ടിരിക്കാൻ കാരണം എന്താ ചോദിച്ചാൽ ആ സാധനം ഇല്ലായോണ്ടാണ്. ഏത് ഉണ്ടിച്ച അപ്പം കെട്ട് വീഴും. കാരണം എന്താ, ആ മണം കണ്ട് ചെല്ലുമ്പോഴേ അത്രയ്ക്ക്. എന്നിട്ട് നമ്മൾ പറയുകയും ചെയ്യും ആധുനിക ശാസ്ത്രത്തിന്റെ പിൻബലത്തില് നാറി നടക്കുകയാണെന്ന്. അന്നത്തേനേക്കാൾ എത്രയോ സംവിധാനങ്ങളും സൗകര്യങ്ങളും ശാസ്ത്രത്തിന്റെ വെളിച്ചമൊക്കെ ഉള്ള ഇന്നത്തെ കാലത്ത് ഇങ്ങനെയാണ്. പക്ഷേ ഇതൊന്നും ഇല്ല എന്ന് നമ്മൾ ഇന്ന് പറയണേ അന്നത്തെ കാലത്തെ വെടുപ്പിന്റെ പ്രത്യേകത അങ്ങനെയാണ്. അപ്പൊ അതൊന്ന് പറയാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളൊക്കെ മനസ്സിരുത്തേണ്ടത് എങ്ങനെയാണെങ്കിൽ അതാണ് നമ്മുടെ നോക്കൂ. രാജമാർഗേ നമഹത സുവിഭക്തേന ശോഭിത മുക്ത പുഷ്പാവകീർണേന ജലസിക്തേന നിത്യശ എന്നും അവരങ്ങനെ അങ്ങനെ ആ രാജ്യം അയോധ്യ എന്ന് പറഞ്ഞ നഗരീകയമായിട്ട് കഴിച്ചു കൂട്ടുന്ന കാലത്ത് ഗംഭീരമായിട്ടുള്ള മാളികകളും കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട് മനോഹരാണ് എന്ത് അയോധ്യ. ആ അയോധ്യയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അന്ന് അവിടെ ഇങ്ങനെ കേമായിട്ട് ഈ ജനപദത്തിലെ ഈ സ്ഫീതം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പുഷ്ടിയുള്ളതും നല്ല ഒന്നാന്തരം ഫലഭൂയിഷ്ടമായതും. ഫലഭൂയിഷ്ടം എന്ന് പറഞ്ഞാൽ ധാരാളം സസ്യങ്ങളും ചെടികളും ഒക്കെ കൃഷിയൊക്കെ ഉള്ള നാട്